ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സൽമാനും ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി. അതായത് നമ്മളൊരു തിരുവനന്തപുരത്തൊരു ചെറിയൊരു ഫ്ലാറ്റ് റെൻറ്റിനെടുത്തിട്ട് ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയതിൻ്റെ വ്ളോഗാണ്. അപ്പം നമ്മൾ മൂവിങ് ചെയ്യുന്നതിൻ്റെ വ്ളോഗാണ് സത്യം പറഞ്ഞാൽ. അതായത് ഞാൻ ഇത്രയും കാലം ട്രിവാൻഡ്രത്തൊരു പി ജിയിലും എനിക്ക് വർക്ക് ഫ്രം ഓഫീസായിരുന്നു. സൽമാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ അവന് നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് പെരയിൽ ഇരുന്നുണ്ടായിരുന്നത്. അപ്പം അവനക്കിപ്പോൾ വർക്ക് ഫ്രം ഓഫീസായി. അവൻ്റെ ശരിക്കുള്ള ഓഫീസ് ബാംഗ്ലൂരാണ്. അപ്പോൾ അവന് ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ അവന് ഇങ്ങോട്ട് ലൊക്കേഷൻ ചേഞ്ച് കൊടുത്തിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളൊരു ചെറിയൊരു ഫ്ലാറ്റ് കഴക്കൂട്ട് അടുത്ത് തന്നെ നമ്മളൊരു കുഞ്ഞ് ഫ്ലാറ്റ് റെൻറ്റിന് എടുത്തിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യണതിൻ്റെ വ്ളോഗാണിത്. സത്യം പറഞ്ഞാൽ ഈ ഇൻട്രോ വീഡിയോ ഞാൻ എടുക്കുന്നത് ഞങ്ങൾ ഈ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ഏപ്രിൽ 5-നാണ് ഇങ്ങോട്ട് ഫ്ലാറ്റൊക്കെ ഷിഫ്റ്റ് ആയത്. അപ്പോൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ 3-ാം തീയതി ഇങ്ങോട്ട് പോന്നു. കാരണം എനിക്ക് പെരുന്നാൾ വരെ എനിക്ക് വർക്ക് ഫ്രം ഹോം തന്നിരുന്നു. നോമ്പ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ അത്തായൊന്നും ഇവിടെ അങ്ങനെ അത്ര റെഡി ആവാത്തതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ 3-ാം തീയതി പോന്നു. സൽമാൻ 5-ാം തീയതി വന്നു. അപ്പം 5-ാം തീയതിക്കത്തെ വ്ളോഗാണ് സത്യം പറഞ്ഞാൽ ഇത്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടിയോണ്ട് ഇങ്ങനെ മടിച്ച് നിന്നിട്ട് ഇപ്പോൾ എന്നാവും ഏപ്രിൽ ലാസ്റ്റ് ആക്കാരം മിക്കവാറും ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽമാൻ എൻ്റെ പി ജിൻ്റെ മുന്നിൽ നിൽക്കണതിൻ്റെ തക്കാരം. അപ്പം പെട്ടെന്നുള്ളൊരു സ്റ്റാർട്ടിങ് പോലെ അതാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചത്. സൽമാൻ രാവിലെ അന്ന് 5-ാം തീയതി രാവിലെ ട്രെയിൻ 6:20 അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് എൻ്റെ പി ജി എൻ്റെ ഓഫീസ് വെള്ളമ്പലത്തേനും. അപ്പോൾ സൽമാൻ ഇങ്ങോട്ട് ടെക്നോ പാർക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഓഫീസ് ടെക്നോ പാർക്കിലുണ്ട്. അപ്പം ഞാൻ എനിക്ക് വേണ്ടി മാറ്റി തരുമെന്ന് ചോദിച്ചപ്പം എനിക്ക് വേണ്ടി ഫുള്ളായിട്ട് മാറ്റി തന്നു. അപ്പം രണ്ടുപേരും ഇപ്പോൾ ടെക്നോ പാർക്ക് തന്നെ ആയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവന് പി ജിൻ്റെ അവിടെ വന്നിട്ട് രാവിലെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ അടുത്ത് കുറച്ച് ലഗേജും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ അടുത്ത് കുറേ സാധനങ്ങളുണ്ട്. ഞാൻ പിന്നെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ എല്ലതും ഉണ്ടാവും അവിടെ. എനിക്ക് കുറേ ബാഗ്, എനിക്ക് എല്ലാ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കിക്കൊണ്ടിരും. അപ്പം അങ്ങനെ കുറേ ബാഗുകളുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ പെരുന്നാളിന് നാട്ടിൽ നിന്ന് വരുമ്പോൾ പാത്രങ്ങളൊക്കെ കൊടുത്തു. നമ്മളിപ്പോൾ ഇനി നിൽക്കാൻ തുടങ്ങുമ്പോൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വേണമല്ലോ. മറ്റ് പി ജിയിലാകുമ്പോൾ നമുക്ക് മെസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പം അത്യാവശ്യം വീട്ടിൽ നിന്നുള്ള പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനത്തെ കുണ്ടൻ പാത്രങ്ങൾ, എന്താ പറയുക കഞ്ഞിപ്പിഞ്ഞാണം, അങ്ങനത്തെ ഒക്കെ പാത്രങ്ങളും സാധനങ്ങളും അതൊക്കെ നമ്മൾ അങ്ങനത്തെ ഒക്കെ ഞാൻ കുറേ ബാഗിലാക്കിയൊക്കെ കൊടുത്തിരുന്നു. പിന്നെ കുക്കർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായാലും ട്രിവാൻഡ്രത്ത് നിന്ന് വാങ്ങുക ചെയ്തത്. പിന്നെ നമ്മൾ സൽമാൻ രാവിലെ എത്തി. അവൻ്റെ ലഗേജും കൂടി അവിടെ വെച്ചിട്ട് എന്തായാലും രാവിലെ തന്നെ ഇപ്പോൾ ഫ്ലാറ്റ് ഇങ്ങോട്ട് മാറലും അഗ്രിമെൻ്റ് എഴുതലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഫുഡ് കഴിച്ച് വന്നതിൻ്റെ ശേഷം ലഗേജ് എടുത്തിട്ടാണ് ഫ്ലാറ്റിലോട്ട് പോയതൊക്കെ. അപ്പം ആദ്യം നമുക്ക് സൽമാൻ വരുന്ന വീഡിയോ കാണാം. ഹായ് ഗൈസ്, സൽമാൻ ഫാരിസ് എത്തി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വരുമ്പോക്കിന് നമ്മുടെ എന്താണ് പി ജിത്തോരൊക്കെ എന്തായാലും കുറച്ച് പേര് പുറത്ത് പോയിട്ടുണ്ടാവും, കുറച്ച് പേര് റീഡിങ് റൂമിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഇപ്പം തന്നെ യാത്ര പറയാമെന്ന് വിചാരിച്ച് അവർ ഓവറാക്കി ചളാക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ തലേന്ന് ഞാൻ പറഞ്ഞില്ല, ഈ മാറുന്നതിന് തലേന്ന് തന്നെ ഓൾറെഡി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞാണ്. പിന്നെ പിറ്റേ ദിവസം വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ കിടന്ന് ഇതാക്കണതാണ് ഇനി കാണാൻ പോണത്. ബൈ ഷേറ നന്ന, സന്തോഷാണോ ഞാൻ പോണേല്? കാണിച്ചരാട്ടാ, ഒറ്റൊന്നിനാണ് ഫ്ലാറ്റ് കയറ്റൂല. ആര്? ഹായ് ശിവമോൻ, ടാറ്റ. പി ജിയിൽ നിന്നും പോവുകയാണ് സാധനങ്ങളുമായിട്ട്. ബൈ. അങ്ങനെ സൽമാൻ കൊടുക്കുന്ന ലഗേജും തൽക്കാലം എൻ്റെ പി ജിയിൽ വെച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ.
അപ്പോൾ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഗുഡ് മോർണിംഗ് ഹോട്ടലിലേക്കാണ് പോയത്. എനിക്ക് അവിടുത്തെ പൊറോട്ടയും ബീഫും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ അതിന് മുന്നേ എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ അവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സൽമാൻ വരുമ്പോൾ ഇനി എന്തായാലും അവനെ കൊണ്ട് അവിടുന്ന് കഴിപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. കാരണം അവനക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പേനും. പിന്നെ ഇവിടുത്തെ പൊറോട്ടയും ബീഫും പോലെ എൻ്റെ വേറൊരു ഫേവറേറ്റാണ് ഇവിടുത്തെ കട്ടൻ ചായ. നല്ല പുതിനൻ്റെ എല്ലാം ഇട്ടിട്ടുള്ള കട്ടൻ ചായ സൂപ്പറാണ്. അങ്ങനെ പൊറോട്ട എന്നതിന് ശേഷം നമ്മളൊരു നൂൽപുട്ടും പറഞ്ഞിട്ടാണ്. നൂൽപുട്ട് മീൻസ് ഇടിയപ്പം. ഞങ്ങളവിടെ നൂൽപുട്ട് എന്നാണ് മെയിനായിട്ട് പറയുക. ഇടിയപ്പം എന്നും പറയുന്ന സാധനം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൽമാൻ അതും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴൊരു 8:45 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഊബർ ഓട്ടോ വിളിച്ചിട്ട് നേരെ കനകക്കുന്ന് വന്നിരുന്നു. എന്നിട്ട് കനകക്കുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ വെറുതെ ഇരുന്ന്. കാരണം നമ്മളൊരു 10:30 സമയം കണ്ടിട്ട് അങ്ങോട്ട് കഴക്കൂട്ടം പോയാൽ മതി. അപ്പോഴേക്ക് ഫ്ലാറ്റ് ഓണർ വന്ന് കീ തരലും മൂപ്പർക്ക് അപ്പോഴേ ഫ്രീ ഇതാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെറുതെ PG പോയി, അവന് ലേഡീസ് PG അല്ലേ, സൽമാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റാനും വയ്യല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ കുറച്ച് നേരം കനകക്കുന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ അത് അവിടുന്ന് പിന്നെ ഞങ്ങൾ PGക്ക് നടന്നാണ് വന്നത്. മാനവീയം വേദി വഴി നടന്നാണ് വന്നത്. വെള്ളയമ്പലത്തിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ആശിഷും പ്രസീനെ ഹെൽപ്പിന് വരാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ആശിഷിൻ്റെ ടാറ്റ സുമോയിലാണ് നമ്മൾ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം ചെറിയ കാറിലൊന്നും ഇതിൻ്റെ സാധനങ്ങൾ കൊള്ളൂലല്ലോ, അമ്മമാർ അത്രയും കുറേ സാധനങ്ങളുണ്ട്. അപ്പം അവന് ടാറ്റ സുമോയിൽ വന്നു. അപ്പം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ആൾത്തറ നിൽക്കുന്നത്. അങ്ങനെ അവരെത്തിയിട്ടുണ്ട്. അങ്ങനെ PGന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് അങ്ങനെ സാധനങ്ങൾ ടാറ്റ സുമോയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഗായ്സ്. ടാറ്റ. റസീന എടുത്തോന്ന് വെറും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിയതിന് ശേഷം ഞാൻ നേരെ നമ്മളെ ഹോസ്റ്റലിൻ്റെ വാർഡനും കുക്കും എല്ലാമായിട്ടുള്ള നമ്മളെ സിന്ധേച്ചിനോട് യാത്ര പറയാൻ വേണ്ടി പോവാണ്. ചേച്ചിൻ്റെ ഫുഡ് അടിപൊളിയാണ് മക്കളെ. ഞാൻ ഇത്രയും കാലം പല ഹോസ്റ്റലിൽ നിന്നോട്ടൊക്കെ ഇത്രയും നല്ല ഫുഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. ചേച്ചി മലപ്പുറത്തേരി തന്നെ കേട്ടോ, ബേസിക്കലി ഇവിടെ വന്നിപ്പോൾ സെറ്റിലായതാ. ചേച്ചിയെ പോയി ചേച്ചിനെ കാണില്ലല്ലോ. ചേച്ചി ഇപ്പോൾ പോവാണ്. ബിരിയാണി ഒന്ന് ഞാൻ പോണോണ്ടാണോ നമുക്ക്? അങ്ങനെ ചേച്ചിനോട് യാത്ര തന്നെ കുറച്ചും കൂടി ഷെയറിൻ്റെ അവസാനമായിട്ടൊന്നും കൂടി വെറുപ്പിച്ചിക്കാണ്ട് പോയി. അങ്ങനെ ഏകദേശം ഒരു ഉച്ചക്ക് ആവാനായപ്പോൾ നമ്മൾ ഫ്ലാറ്റിലെത്തി. ഒരു 11:30-11:45 ആയപ്പോഴേക്കിന് നമ്മൾ ഫ്ലാറ്റിലെത്തി. സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. നമ്മളെ ഫ്ലാറ്റിൻ്റെ ഓണർ എത്തിയിട്ടില്ലായിരുന്നു. അപ്പം സെക്യൂരിറ്റി പറഞ്ഞാൽ നമ്മളടുത്ത് നിങ്ങൾ ഇറക്കി അവിടെ ലിഫ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മേലെ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് അവിടെ എവിടെയെങ്കിലും വെച്ചോളി, അപ്പോഴേക്കും മൂപ്പര് വരുവെക്കാരെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴേക്കും മൂപ്പര് എത്തിയും ചെയ്തിട്ടാ. ഇതാണ് നമ്മളെ ഫ്ലാറ്റിൻ്റെ ഓണർ. മൂപ്പര് വന്ന് വാതിലൊക്കെ തുറന്ന് തന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് പിന്നെ ഫുൾ മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി എന്തൊക്കെ ചെറിയ ചെറിയ മെയിൻ്റനൻസ് ബാക്കിയുണ്ട് അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരലും. പിന്നെ
ഇതിന് മുന്നത്തെ ടെനൻസ് മാറിയിട്ടൊരു 5 ദിവസം എന്തോ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തുന്നത്. അപ്പം ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുവിധം സാധനങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രീസറിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നാളെ തന്നെ ആൾ വരും, 2 ദിവസത്തിൽ ആൾ വരും, അത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ അങ്ങനെ മൂപ്പർ നമുക്ക് താക്കോല് കൈമാറാനാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ടൂർ കാണാം. അതായത് കയറി ചെല്ലണ തന്നെ നമുക്ക് ഹാളും കിച്ചണും കൂടി ഒരുമിച്ച് വരുന്നൊരു ഇതാണ്. അതായത് ഒരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പാണ്. പിന്നെ ഇത് 2 BHK ഫ്ലാറ്റാണ്. 2 റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം രണ്ടും. അപ്പോൾ ഇതാണ് കുറച്ചൊക്കെ വലിപ്പമുള്ളൊരു റൂം. മറ്റേത് ചെറിയ റൂമാണ്. അപ്പോൾ നമ്മൾ 1 BHK നോക്കിയത്. പക്ഷേ 1 BHK ഒക്കെ ഇങ്ങനെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് കിട്ടാൻ പാടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് 2 BHK നമ്മൾ വിചാരിച്ചു നമ്മൾ ഫ്രണ്ട്സോ ഫാമിലി, ഞങ്ങൾ 2 ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് നിൽക്കാൻ ഒക്കെ സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇതെടുത്തത്. പിന്നെ ഒരു ചെറിയ ബാൽക്കണിയാണ് വരുന്നത്. നമുക്കിത് ഫുള്ളി ഫർണിഷ്ഡ് ആയിരുന്നു. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഗ്യാസ് സ്റ്റൗ വിത്ത് പൈപ്പ് ലൈൻ ഗ്യാസ്, അങ്ങനെ എല്ലാതും ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ ഫ്ലാറ്റിൽ ഇറക്കിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുപോയി. പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ കഴക്കൂട്ടത്തുള്ള മന്തി മഞ്ചലിലേക്കാണ് പോയത്. വണ്ടിയില്ല, എപ്പോഴാണ് തുടങ്ങിയത്? പുതിയ മന്തി മഞ്ചല. ഷെയറാണ് ഒഴിവാക്കി തന്നത്. മനസ്സിലായി? ഇത്ര 2000 എന്താണ് മോനെ നമ്മൾ എത്ര പറഞ്ഞേ? 3/4 ചിക്കനും ഓർഡർ മട്ടൻ്റെ ആള്. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചാ ഞാൻ കഴിക്കട്ടെ, ഞാൻ ചിക്കനാ. അന്ന് മന്തി മഞ്ചലിൽ നമ്മളെ കോളേജ് സീനിയർ നമ്മളെ ചങ്ക് ഷാനിഫ് ഖാനെയും കണ്ടു. മൂപ്പർ അവിടെ കൊളീഗ്സിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചാല മാർക്കറ്റിൽ കഴിഞ്ഞ് അവിടെ നമ്മൾ പാത്രങ്ങളും സാധനങ്ങളും പച്ചക്കറികളും അങ്ങനത്തെ ഒക്കെ ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങി. നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? എന്താ? അപ്പച്ചട്ടി മേടിച്ചിട്ട് പുട്ട്. അതൊക്കെ ഓക്കെ സെറ്റാണ്, ഞാൻ ഗ്യാരണ്ടി. അല്ല റൈസ് കുക്കറും ഇനി എന്താ? ഉപ്പ്, മുളക്, പഞ്ചസാര. അങ്ങനെ ചാലയെന്നുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോക്കിന് രണ്ടാളും പവനായി പാപ്പരായി എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ ഹിബ ഷോപ്പിംഗ് എല്ലാം സന്തോഷായില്ലേ? ഓ ഞാൻ പണം പോയി, പവർ വരട്ടെ. പണം മാത്രമേ പോയുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് ചാലയിൽ നിന്ന് കഴക്കൂട്ടത്ത് ഫ്ലാറ്റിൽ തന്നെ വന്നിട്ട് ചാലയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം ഫ്ലാറ്റിൽ ഇറക്കി വെച്ച് ഇനി നമ്മൾ ആശിഷും പ്രസീനും പോവുകയാണ്. അപ്പോൾ അവർ തിരിച്ച് വിളമ്പലം പോണ വഴി നമ്മൾ ലുലുവിൽ ഇറക്കും. ലുലുവിൽ നിന്ന് നമുക്കിനി കുറച്ച് പൊടി സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ കുറച്ചും കൂടി വാങ്ങാനുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് 6:30 എന്തോ ഞങ്ങളൊരു ഫിലിം ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഫിലിം കണ്ടതിന് ശേഷം ബാക്കി സാധനങ്ങളും കൂടി വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു.
അങ്ങനെ നമ്മൾ ലുലു കയറി സിനിമ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. എന്നിട്ട് ഇനി രാത്രിക്കത്തെ ഫുഡ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ ബാക്കി പെൻഡിങ് കുറേ പൊടി ഐറ്റംസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതും വാങ്ങി. ഒരു സംഖ്യൻ്റെ ബില്ലയക്കണം അവിടെ നിന്ന് തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. സമയം 11:51. രാത്രി 12:30 ആയപ്പോഴാണ് കഴിക്കണത് ഗൈസ്. രണ്ടാളും നല്ല ക്ഷീണിച്ച് പണ്ടാറടങ്ങി കേട്ടോ. ഇത്രയും സാധനങ്ങൾ അടുക്കി പെറുക്കി എടുത്തൊക്കെ കിടക്കുകയാണ്. ചില്ലറ കാര്യമല്ലോ മൂവ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.